ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലിരുന്ന് മാത്സ് പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് എല്ലാവരും നല്ല ശ്രദ്ധയാണ് വേണ്ടത്. ശ്രദ്ധിച്ച് മാത്രം ഇരിക്കണം. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ചാപ്റ്റർ നമുക്ക് ബൈഹാർട്ടാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പം അല്ലാത്ത ഒരു ക്ലാസ്സിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് ബൈഹാർട്ടാക്കി എടുക്കാൻ ഒത്തിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒന്നും പോകാതെ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇരിക്കുക. നമ്മളാ ഫോൺ ഉപയോഗിച്ച് നേരെ തന്നെ ഇരിക്കുക. നമ്മളടുത്തൊന്നും ആരും വരുന്നത് നമുക്ക് അടുത്തൊന്നും ആരും ഇരിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം, അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കാണണം. അല്ലാതെ വേറൊരാളിനെ ഇവിടെ അടുത്തിരുത്തിയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. വേറെ ശ്രദ്ധയൊന്നും പോകരുത്. ഒരു ബുക്കും അതേപോലെ തന്നെ പേനയും എടുത്ത് ആവശ്യമായ കാര്യങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. നോട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ബാക്കി നോട്ടുകളെല്ലാം എത്തിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. വൃത്തങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും അതിനൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു ഭാഗമാണ് വൃത്തങ്ങൾ, ട്രയാങ്കിൾസ് നോക്കുമ്പോൾ തെളിയിക്കാൻ വരും, ഇങ്ങനെയുള്ള എല്ലാം കൂടെ വന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ഭാഗമാണ് അത് വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്റർ. ആ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ 10ാം ക്ലാസ്സിലും വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അതുവരെ പഠിച്ച കണക്കൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു 1, 2, 3, 4 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് പോകും. അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് വൃത്തം. അത് ബാക്കി അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതിന് 10ാം ക്ലാസ്സിൽ അറിയേണ്ടതല്ല, കുഞ്ഞു ക്ലാസ്സിലുള്ള കാര്യങ്ങളൊക്കെ വൃത്തങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാം. നമ്മൾ അറിയേണ്ടത് ഒരു സർക്കിളാണ്, ഒരു വൃത്തമാണ്. ഈ വൃത്തത്തിന് നമ്മൾ അതിന്റെ വ്യാസം വെച്ച് നമ്മൾ ഈ 2 വൃത്തങ്ങളാണ്. വൃത്തത്തിന് വ്യാസം ഉപയോഗിച്ച് എന്ത് ചെയ്ത് 2ആയിട്ട് മുറിച്ച്, വൃത്തത്തിന് വ്യാസം ഉപയോഗിച്ച് 2ആയിട്ട് മുറിച്ച്. ഓക്കെ, വൃത്തത്തിന് വ്യാസം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്ത് 2ആയിട്ട് മുറിച്ച്. വ്യാസം ഉപയോഗിച്ച് 2ആയിട്ട് മുറിക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗം കിട്ടും. ഈ ഒരു ഭാഗത്തിനെ പറയുന്നവര് നിങ്ങളെല്ലാവർക്കും അറിയാം, അർത്ഥവൃത്തം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ അർത്ഥവൃത്തത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പഠിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു വ്യാസം ഉപയോഗിച്ച് ഇതിനെ 2ആയിട്ട് മുറിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 വൃത്തഭാഗങ്ങൾ കിട്ടും. ഇവിടെ താഴെ ഒരു വൃത്തഭാഗം ഉണ്ട്, അത് ഞാൻ ഇതാണ് മാറ്റുന്നതാണ്. അതിനൊക്കെ എന്തുണ്ട്, മുകളിലും ഒരു വൃത്തഭാഗമുണ്ട്. ഈ ഒരു വൃത്തഭാഗത്തിന് നമ്മൾ പറയുന്നത് അർത്ഥവൃത്തം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ ആദ്യം പഠിക്കുന്ന ഈ അർത്ഥവൃത്തത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ അർത്ഥവൃത്തത്തിന്റെ അകത്ത് നമ്മളുടെ പറയുന്നത് വ്യാസത്തിന്റെ 2 അറ്റങ്ങളിൽ നിന്നും ഒരു കോൺ വരയ്ക്കാൻ പറയും. വ്യാസത്തിന്റെ 2 അഗ്രങ്ങളിൽ നിന്നും ആ അർത്ഥവൃത്തത്തിലോട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറയും, ഒരു ആംഗിൾ വരയ്ക്കാൻ പറയും, ഒരു കോൺ വരയ്ക്കാൻ പറയും. എന്ന് പറയുന്നത് നമ്മളുടെ ഒരാൾ പറയുന്നത് ഒരു അർത്ഥവൃത്തത്തിന്റെ അകത്ത് ഒരു കോൺ വരയ്ക്കാൻ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്താ, ഇങ്ങനെ ഒരു കോൺ വരയ്ക്കും. വൃത്തത്തിന് അകത്ത് നമ്മൾ എന്ത് ചെയ്ത് ഇതേ കണക്ക് എന്ത് ചെയ്ത് ഒരു കോൺ വരച്ച്, വൃത്തത്തിനകത്ത് ഇതേ കണക്ക് ഒരു കോൺ വരച്ച്. അതേ കണക്ക് നമ്മൾ നമുക്ക് ഇനിയും വരയ്ക്കാം. അതായത് വൃത്തത്തിനകത്ത് ഇവിടെയും വരയ്ക്കാം. അതേപോലെ വൃത്തത്തിനകത്ത് ഇവിടെയും വരയ്ക്കാം, വൃത്തത്തിനകത്ത് ഇവിടെയും വരയ്ക്കാം. അങ്ങനെ വരച്ച് നമുക്ക് എന്താ, ഈ വൃത്തത്തിൽ എന്ത് ചെയ്യാം, ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ തന്നെ മുട്ടിക്കൊണ്ട് എന്ത് ചെയ്യാം, ഒരു ആംഗിൾ നമുക്ക് വരയ്ക്കാം. ഒരു വൃത്തത്തിന്റെ ബിന്ദുവിൽ മുട്ടിക്കൊണ്ട് ഒരു ആംഗിൾ വരയ്ക്കാം. അത് ആ ബിന്ദുവിൽ മുട്ടിക്കൊണ്ട് ഇവിടെ ഒരു ആംഗിൾ വരയ്ക്കാം, കോൺ വരയ്ക്കാം. അതിനൊക്കെ ഇവിടെ ഒരു കോൺ വരയ്ക്കാം, അതിനൊക്കെ ഇവിടെ ഒരു കോൺ വരയ്ക്കാം. എവിടെ വേണോ വൃത്തത്തിൽ എന്ത് ചെയ്യാം, മുട്ടിക്കൊണ്ട് നമുക്ക് കോൺ വരയ്ക്കാം. അതിനൊക്കെ വൃത്തത്തിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് കോണുകൾ വരയ്ക്കാം. വൃത്തത്തിൽ മുട്ടിക്കൊണ്ട് കോണുകൾ വരയ്ക്കാം. അതിനൊക്കെ വൃത്തത്തിന് അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോണുകൾ വരയ്ക്കാം. ഇനി വേറൊരെന്ന് പറയുമ്പോൾ ഇങ്ങനെ വ്യാസത്തിൽ നിന്ന് പോയി വൃത്തത്തിന് എന്ത് ചെയ്ത് വെളിയിലും കൂടെ നമ്മൾ എന്ത് ചെയ്ത് ഒരു കോൺ വരച്ച്, വൃത്തത്തിന് വെളിയിലും കൂടെ കോൺ വരച്ച്. അപ്പൊ 3 രീതിയിലുള്ള കോണുകൾ നമ്മൾ വരച്ച്. ഏതൊക്കെയാണ്? 1 വൃത്തത്തിന് അകത്തുള്ള ഒരു കോൺ. വൃത്തത്തിന് അകത്തുള്ള കോൺ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. വൃത്തത്തിന് അകത്തുള്ള ഒരു കോൺ ഉണ്ടല്ലോ, വൃത്തത്തിന് അകത്തുള്ള ഒരു കോൺ നമ്മൾ വരച്ച്. ഇനി അടുത്ത് നോക്ക്, വൃത്തത്തിന് വെളിയിലുള്ള ഒരു കോൺ വരച്ച്. എല്ലാം വ്യാസത്തിൽ തക്കണം കേട്ടോ. വൃത്തത്തിന് വെളിയിലുള്ള ഒരു കോൺ വരച്ച്. അതേ കണക്ക് തന്നെ അടുത്തെന്താണ്, വൃത്തത്തിൽ ആ ഒരു അർത്ഥവൃത്തത്തില്
ഒരു ബിന്ദുവിൽ, വൃത്തത്തിൽ എന്ന് പറയുന്നെങ്കിൽ നമ്മൾ അർദ്ധവൃത്തം മാത്രമേ എടുക്കുന്നുള്ളൂ, വൃത്തം ഫുള്ളുണ്ട്, നമ്മൾ അർദ്ധവൃത്തം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിന്റെ ഒരു ബിന്ദുവിലോട്ട് നമ്മളൊരു വര വരച്ചു, ഒരു കോൺ വരച്ചു. നോക്ക്, ഒരു കോൺ, ഈ ഒരു കോൺ എന്നുള്ള എന്താണ്? വൃത്തത്തിന് അകത്ത് നിൽക്കുന്ന കോണാണ്. ഈ ഒരു കോൺ എന്നാണ്, രണ്ടാമത്തെ കോൺ എന്താണ് വരച്ചത്? വൃത്തത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു കോണാണ് വരച്ചത്. അതേ തന്നെ ഈ മൂന്നാമത്തത് എന്നുള്ളത് എന്താണ്? വൃത്തത്തിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, വൃത്തത്തിന് അകത്തുള്ള ഒരു കോൺ, വൃത്തത്തിന് പുറത്തുള്ള ഒരു കോൺ, അതേ തന്നെ വൃത്തത്തിലുള്ള ഒരു കോൺ. നമ്മൾ ആ വൃത്തത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ തൊട്ടിക്കൊണ്ടുള്ള ഒരു കോണായിരിക്കും. നമ്മൾ പഠിക്കേണ്ടത് വൃത്തത്തിന് അകത്ത് വരുന്ന കോൺ 90 ഡിഗ്രിയെ കാട്ടി കൂടുതലായിരിക്കും. വൃത്തത്തിന് അകത്ത് വരുന്ന കോൺ 90 ഡിഗ്രിയെ കാട്ടി കൂടുതലായിരിക്കും. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ ബൃഹത് കോണൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊന്നും നമുക്ക് അറിയണ്ട. നമ്മൾ ഇതറിഞ്ഞിരുന്നാൽ 90 ഡിഗ്രിയെ കാട്ടി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അർദ്ധവൃത്തത്തില് വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് വരയ്ക്കുന്ന വര വൃത്തത്തിന് അകത്താണെങ്കിൽ വരുന്ന കോൺ എന്തായിരിക്കും? 90 ഡിഗ്രിയെ കാട്ടി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിന്റെ വെളിയിൽ വരയ്ക്കുന്ന വര, വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിന്റെ വെളിയിലേക്ക് വരയ്ക്കുന്ന വര വരച്ച് പോകുന്ന കോൺ എന്തായിരിക്കും? 90 ഡിഗ്രിയെ കാട്ടി കുറവായിരിക്കും. വൃത്തത്തിന് അകത്താണെങ്കിൽ 90 ഡിഗ്രിയെ കാട്ടി കൂടുതലായിരിക്കും, വൃത്തത്തിന് പുറത്താണെങ്കിൽ 90 ഡിഗ്രിയെ കാട്ടി കുറവായിരിക്കും. വൃത്തത്തിലാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ. ഫസ്റ്റ് നമ്മൾ എഴുതി വെക്കേണ്ട കാര്യമാണ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ തെളിവിലോട്ടാണ് പോകുന്നത്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ എന്നുള്ളതിന്റെ തെളിവിലോട്ടാണ് പോകുന്നത്. ഇത് നമ്മളൊരു അർദ്ധവൃത്തമല്ല, നമ്മൾ വൃത്തം ഫുള്ളോടെ വരച്ച് അതിന് നമ്മൾ മുറിച്ച് അർദ്ധവൃത്തം വലുതായിട്ട് വരും. ഇനി ഫസ്റ്റ് നമ്മൾ സമപാർശ്വ ത്രികോണം. എന്താണ് സമപാർശ്വ ത്രികോണം? ഒരു ത്രികോണത്തിന്റെ രണ്ട് സൈഡുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ആ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിനാണ് എന്തെന്ന് പറയുന്നത്? സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. തുല്യമായ രണ്ട് വശങ്ങൾ കാണും. ആ രണ്ട് തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിനാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. നമ്മളിപ്പോ പഠിക്കേണ്ട, അതൊന്നും വേണ്ട, നമുക്ക് പഠിക്കുന്ന ഏതാണ്? അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുവേണ്ടി അർദ്ധവൃത്തം വരച്ചിട്ട് അതിന്റെ വ്യാസത്തിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന്, വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ഒരു ആംഗിള് വരച്ചു. വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് ഒരു കോണോട്ട് വരച്ചു. വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് നമ്മൾ വൃത്തത്തിലേക്ക് എന്ത് ചെയ്ത് ഒരു കോൺ വരച്ച്, വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിലേക്ക് എന്ത് ചെയ്ത് ഒരു കോൺ വരച്ചു. ഒരു പേര് കൊടുത്ത് ABC എന്നുള്ള ഒരു പേരും കൊടുത്ത്, ABC എന്നുള്ളൊരു പേരും നമ്മൾ എന്ത് ചെയ്തു? ആ ത്രികോണത്തിന് കൊടുത്തു. ABC എന്നുള്ള പേരും ആ ത്രികോണത്തിന് കൊടുത്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ C എന്നുള്ള ആംഗിളിൽ നിന്ന് വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് നമ്മളൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കും. C എന്നുള്ള ആ കോണിൽ നിന്ന് വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്ത് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് രണ്ട് ത്രികോണങ്ങളായിട്ട് മാറി. രണ്ട് ത്രികോണങ്ങളെ മാറ്റി
മാറി. ഒന്ന് AOC എന്നുള്ള ത്രികോണം, AOC, നമുക്ക് ത്രികോണം AOC എവിടെയാണ്? ത്രികോണം AOC. ആ ത്രികോണം AOC നമ്മൾ പരിഗണിച്ചാൽ, നോക്കേണ്ടത് AO is equal to, ശ്രദ്ധിച്ചു നോക്കണം, AO is equal to OC. AO is equal to OC. എന്തുകൊണ്ടാണ് AO is equal to OC എന്ന് വന്നത്? AO is equal to OC. എന്തുകൊണ്ടാണ് AO is equal to OC എന്ന് വന്നത്? അതെന്തായിരിക്കും? ആ വൃത്തത്തിന്റെ ആരങ്ങളായിരിക്കും. AO is equal to OC അതെന്തായിരിക്കും? വൃത്തത്തിന്റെ ആരങ്ങൾ, വൃത്തത്തിന്റെ ആരങ്ങൾ. ഈ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം എന്താണ്? സമപാർശ്വ ത്രികോണം. ആംഗിൾ കോൺ OAC is equal to കോൺ OCA is equal to OCA. ഓക്കെ, കോൺ OAC is equal to കോൺ OCA. കാരണം എന്താണ്? ഈ രണ്ട് വശങ്ങൾ എന്താണ്? തുല്യമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമായിട്ട് സമപാർശ്വ ത്രികോണമാണ്. ഇത് രണ്ട് സമപാർശ്വ ത്രികോണം. ഈ ഒരു സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അതാണ് നമ്മൾ എഴുതുന്നത് കോൺ OAC is equal to കോൺ OCA. ഇവിടെ നമ്മളൊരു എക്സാൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെ നമ്മൾ എക്സാൻ എടുക്കുന്നത് അവിടെ എന്തായിരിക്കും കിട്ടുന്നത്? എക്സ് തന്നെ. കാരണം എന്താണ്? ഈ രണ്ട് കോണുകൾ എന്താണ്? തുല്യമാണ്. സമപാർശ്വ ത്രികോണമായതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഇതിന്റെ എന്തെന്ന് എഴുതാം? സമപാർശ്വ. അതിന്റെ ബ്രാക്കറ്റിൽ എന്തെന്ന് എഴുതാം? സമപാർശ്വ ത്രികോണം. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ത്രികോണം ഏതാണ്? OBC എന്നുള്ള രണ്ടാമത്തെ ത്രികോണം OBC നമ്മൾ എടുക്കുകയാണെങ്കിൽ, OBC ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, OBC എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ത്രികോണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ത്രികോണത്തിലും ഒന്ന് ശ്രദ്ധിച്ചാണ് OB എന്നുള്ളത് അതിന്റെ എന്തായിരിക്കും? OB എന്നുള്ളത് അതിന്റെ എന്തായിരിക്കും? ആരമായിരിക്കും. OB എന്നുള്ളത് ആരമായിരിക്കും. അതുപോലെ തന്നെ OC എന്നുള്ളത് എന്തായിരിക്കും? അതിന്റെ ആരമായിരിക്കും. അപ്പൊ എന്തെന്ന് വരും? OB is equal to OC എന്നത് വരും. അതിന്റെ കാരണം എന്താണ്? ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് എഴുതാം? ആരം എന്ന് എഴുതാം, ആരങ്ങൾ എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ അതിന്റെ കാരണം എന്ത് എഴുതാം? ആരങ്ങൾ. ബ്രാക്കറ്റിൽ അതിന്റെ കാര്യങ്ങൾ എന്തെന്ന് എഴുതാം? ആരങ്ങൾ. ബ്രാക്കറ്റിൽ അതിന്റെ കാരണം ആരങ്ങൾ എന്ന് എഴുതാം. അങ്ങനെ ഈ രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ ഏത് രണ്ട് കോണുകളും തുല്യമാകും? ഈ രണ്ട് കോണുകളും എന്താവും? തുല്യമാകും. ഏത്? ആംഗിൾ OBC എന്നുള്ള കോണും അതേ കണക്ക് തന്നെ ഏതാണ് അടുത്ത ആംഗിള്? BCO നോക്കണം. OBC എന്നുള്ള ഈ ഒരു ആംഗിളും BCO ഇതാ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ആംഗിൾ BCO അതിന്റെ ബ്രാക്കറ്റ് എന്ത് തന്നെ? സമപാർശ്വം. അതിന്റെ ബ്രാക്കറ്റിൽ സമപാർശ്വ ത്രികോണം തന്നെ നമുക്ക് എഴുതാം. നോക്കേണ്ടത് OA is equal to OC ആണ്. ഇതിന്റെ രണ്ട് ആരങ്ങളാണ്. ഇത് രണ്ട് ആരങ്ങളായതുകൊണ്ട് ഈ രണ്ട് കോണുകൾ എന്തായിട്ട് വന്ന്? ഈക്വൽ ആയിട്ട് വന്ന്, തുല്യമായിട്ട് വന്ന്. ഇവിടെ എക്സ്, ഇവിടെ എന്തൊക്കെ എക്സ് തന്നെ കിട്ടി. അടുത്തത് OB is equal to OC ആണ്. അതും എന്ത് തന്നെ? ആരങ്ങൾ തന്നെ. ആരങ്ങൾ ആയതുകൊണ്ട് ഈ രണ്ട് കോണുകളും എന്തായിട്ട് വന്ന്? തുല്യമായിട്ട് വന്ന്. ഇവിടെ നമ്മൾ എക്സ് കൊടുത്തു, ഇവിടെ എക്സ് കിട്ടി. അതേപോലെ നമ്മൾ ഇവിടെ വൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെ കിട്ടും? വൈ തന്നെ കിട്ടും. കാരണം എന്താണ്? സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് എന്തായിരിക്കും? വൈ ആയിരിക്കും. ആംഗിൾ OBC is equal to ആംഗിൾ BCO is equal to നമുക്ക് എന്തെന്ന് കൂടെ എഴുതാൻ വേണമെങ്കിൽ is equal to y എന്ന് എഴുതാം. കാരണം നമ്മൾ y കൊടുത്തുകൊണ്ട് y എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കേണ്ടത് വലിയ ത്രികോണം. നോക്കൂ, ഇതിലൊരു വലിയ ത്രികോണമുണ്ട്. ഏതാണ് വലിയ ത്രികോണം? ABC എന്നുള്ള വലിയ ത്രികോണം ABC എന്നുള്ള വലിയ ത്രികോണം പരിഗണിച്ചാൽ
ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഇസ് ഈക്വൽ ടു എത്രയാണ് 180. കാരണം എന്താണ്, ഒരു ത്രികോണത്തിലെ 3 കോണുകളോടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഇസ് ഈക്വൽ ടു 180. ഇനി നോക്കേണ്ടത് കോൺ എ. കോൺ എ എന്നുള്ള എത്രയാണ്? എക്സ്. കോൺ എക്ക് വരാം എക്സ് പ്ലസ് കോൺ ബി. കോൺ ബിക്ക് വരെ ഏതാണ്? വൈ. കോൺ ബിക്ക് വരാം വൈ പ്ലസ് കോൺ സി. ശ്രദ്ധിക്കണം, കോൺ സി എന്നുള്ളത് ഏതാണ്? ഈ 2 കോണുകളും കൂടെ കൂടിച്ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത് കോൺ സി എന്ന് പറയുന്നത്. ഇപ്പൊ ഏതായിട്ട് വരും? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ഈക്വൽ എത്ര? 180. നോക്കേണ്ടത് ഇവിടെ വെറുതെ എഴുതിയിരിക്കുന്ന എക്സ്. അപ്പൊ വെറുതെ എഴുതുന്ന എക്സ് എന്താണ് അവിടെ? 1x. വെറുതെ വൈ 1y 1x 1y. 1x പ്ലസ് 1x എന്താണ് ആൻസർ? 2x പ്ലസ് 1y പ്ലസ് 1y എത്ര കിട്ടും? 2y സമം 180. ഇതിൽ രണ്ടിലും പൊതുവായിട്ട് ഏതുണ്ട്? 2 ഉണ്ട് അല്ലേ? 2 ഉണ്ട്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം എത്ര? 180. ഇവിടെ ഗുണിച്ചൊക്കെയാണ് ഗുണനം. അപ്പോൾ നമ്മൾ ഹരണമാവും. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 2. 180 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 90. ഏതാണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ആണ് നമുക്ക് ഏത് കിട്ടിയത്? 90 കിട്ടിയത്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90. നമുക്ക് എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഏതാണ്? ഇതാണ് എക്സ് പ്ലസ് വൈ. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആണ് എന്ത് കിട്ടിയത്? എക്സ് പ്ലസ് വൈ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ എന്തെന്ന് കിട്ടി? 90 എന്ന് കിട്ടി. 90 ഡിഗ്രി എന്ന് കിട്ടി. മട്ട കോണാണെന്ന് കിട്ടി. വൃത്തത്തിൽ വന്നിരിക്കുന്ന ഒരു കോൺ എന്തെന്ന് കിട്ടി? മട്ട കോണാണെന്ന് കിട്ടി. 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇതാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണാണെന്ന് തെളിയിക്കുക. നോക്കിയാണ് അർദ്ധവൃത്തത്തിലെ കോൺ ആംഗിൾ സി മട്ട കോണായില്ലേ? 90 ഡിഗ്രി ആയില്ലേ? ഇതാണ് നമ്മളതിന്റെ പ്രൂഫ്. ഇതിന്റെ പ്രൂഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ എടുക്കണം. ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഒരു ആംഗിൾ വരയ്ക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് ഏതാണ്? ആംഗിൾ സി. ആംഗിൾ സിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ താഴോട്ട് സെന്ററിലോട്ട് വരയ്ക്കണം. അപ്പോഴേ അങ്ങനെ വരയ്ക്കുന്നത് 2 ട്രയാങ്കിൾ 2 ത്രികോണങ്ങളാവും. അത് ഏതൊക്കെയാണ്? ത്രികോണം എ ഒ സി. ത്രികോണം എ ഒ സി എന്നുള്ള ഒരു ത്രികോണം, അതേപോലെ ത്രികോണം ഒ ബി സി എന്നുള്ള 2 ത്രികോണങ്ങളായി. ഈ 2 ത്രികോണങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ആണ്. ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ആണ്. കാരണം എന്താണ്? ഈ ഒ എ എന്നുള്ളതും ഒ സി എന്നുള്ളതും അതിന്റെ എന്താണ്? ആരങ്ങളാണ്. ഒ എ ഇസ് ഈക്വൽ ടു ഒ സി അതിന്റെ ആരങ്ങളാണ്. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്. ഈ 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ 2 കോണുകൾ എന്തായിരിക്കും? തുല്യമായിട്ട് വരും. നമ്മളിവിടെ എക്സ് എന്ന് എടുത്തുകൊണ്ട് അവിടെ എന്ത് തന്നെ വന്ന്? എക്സ് തന്നെ വന്നു. കാരണം എന്താണ്? സമപാർശ്വ ത്രികോണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ എക്സ് എടുത്തുകൊണ്ട് ഇവിടെ എന്ത് തന്നെ വന്ന്? എക്സ് തന്നെ വന്നു. ഓക്കെ, അടുത്ത നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഒ ബി. രണ്ടാമത്തെ അടുത്ത ത്രികോണം എടുക്കും. അടുത്ത ത്രികോണം ഏതാണ്? ഒ ബി സി എന്നുള്ള അടുത്തൊരു ത്രികോണം. ഒ ബി സി എന്നുള്ള അടുത്തൊരു ത്രികോണം എടുക്കുമ്പോൾ ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി ആണ് വരുന്നത്. ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി ആണ് വരുന്നത്. ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി വരുമ്പോൾ ഈ 2 കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ നമ്മൾ വൈ എന്ന് എടുത്തുകൊണ്ട് ഇവിടെ എന്ത് തന്നെ കിട്ടും? വൈ തന്നെ കിട്ടും. നമ്മൾ നേരെ ഇങ്ങോട്ട് വരണം. നമ്മൾ വലിയ ത്രികോണം എ ബി സി എന്നുള്ള വലിയ ത്രികോണം നമ്മൾ എടുക്കുകയാണെങ്കിൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഈ 3 കോണുകളൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ഈ 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. കോൺ എക്ക് വരാം എക്സ്, കോൺ ബി വൈ, കോൺ സിക്ക് വരാം നമുക്ക് ആ 2 കോണുകൾ തമ്മിൽ കൂടിച്ചേരുന്നത്. ഈ 2 കോണുകൾ തമ്മിൽ കൂടിച്ചേർന്നാണ് ഏത് കിട്ടുന്നത്? കോൺ സി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഏത് വരും? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ഇതിൽ നോക്കാൻ നേരത്ത് രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. ആ 2 കോമൺ ആയിട്ട് വെളിയിലെടുത്ത് ബാക്കി എന്തായത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ഇവിടെ എക്സ് പ്ലസ് വൈ ഇട്ടിട്ട് ഈ 2 ഇവിടെ ഗുണിച്ചേക്കാണ്. സംശയം വരുന്നത് ഇവിടെ ഗുണനമാണ്, ഗുണിച്ചേക്കാണ്. ഈ 2 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഭാഗിക്കണം. 180 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 90 കിട്ടി.
ഈ 90 എന്നുള്ളത് ഏതാണ്? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഏതാണ്? ആംഗിൾ സി. ആംഗിൾ സി എന്നുള്ളത് ഏതാണ്? അർദ്ധവൃത്തത്തിലെ ഒരു കോൺ. അപ്പം നോക്കിയാണ് അർദ്ധവൃത്തത്തിലെ ഒരു കോൺ എന്തായിരിക്കും? മട്ട കോണായിരിക്കും. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണായിരിക്കും. ഇനി നിങ്ങൾ എല്ലാവരും ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വരച്ച് നോക്കണം. ചെറിയൊരു കാര്യം വരച്ച് നോക്കണം. ഇത് നമ്മൾ പ്രൂഫായിട്ട് പഠിച്ചാണ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണാണ്. നമ്മൾ പ്രൂഫായിട്ട് പഠിച്ചു വെച്ചാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ഒരു വൃത്തം വരയ്ക്കണം. ഒരു വൃത്തം വരച്ചിട്ട് വ്യാസം വരയ്ക്കണം. വ്യാസം വരച്ചിട്ട് ഇത് കണക്ക് ഒരു കോൺ വരയ്ക്കണം. ഇത് കണക്ക് കോൺ വരച്ചിട്ട് പ്രൊട്രാക്ടർ കൊണ്ട് തന്നെ അളന്ന് നോക്കണം. പ്രൊട്രാക്ടർ കൊണ്ട് തന്നെ അളന്ന് 90 ഡിഗ്രി 90 ഡിഗ്രി വരണമെന്ന് നോക്കണം. അതേപോലെ തന്നെ ആംഗിൾ ഇവിടെയും വരയ്ക്കണം. ആംഗിൾ ഇവിടെയും വരയ്ക്കണം. ഇവിടെയും വരയ്ക്കണം. എല്ലായിടത്തും എന്ത് ചെയ്യണം? ആംഗിൾ വരച്ച് നോക്കണം. എല്ലായിടത്തും ആംഗിൾ വരച്ച് നോക്കിയിട്ട് 90 ഡിഗ്രിയാണ് വരുന്നത്. പ്രൊട്രാക്ടർ തന്നെ നോക്കണം. അതേപോലെ തന്നെ വൃത്തത്തിന് അകത്ത് നിൽക്കുന്നതും വളർന്ന് നോക്കിയിട്ട് 90 ഡിഗ്രിയെ കാട്ടി കൂടുതലാണെന്ന് നോക്കണം. 90 ഡിഗ്രിയെ കാട്ടി കൂടുതലാണെന്ന് നോക്കണം. അതേപോലെ എന്ത് ചെയ്യണം? സർക്കിളിന് വൃത്തത്തിന് വെളിയിൽ നിൽക്കുന്നതും വരച്ചിട്ട് എന്ത് ചെയ്യണം? 90 ഡിഗ്രിയെ കാട്ടി കുറവാണെന്ന് നോക്കണം. ഇപ്പം പഠിച്ച കാര്യം ഒന്ന് ഓർക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്നത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണായിരിക്കും. അടുത്ത രണ്ടെന്ന് പറയുന്നത് വൃത്തത്തിന് അകത്ത് വരുന്ന ഒരു കോൺ എന്തായിരിക്കും? 90 ഡിഗ്രിയെ കാട്ടി കൂടുതലായിരിക്കും. അതേ കണക്കിന് വൃത്തത്തിന് പുറത്ത് പോകുന്ന ഒരു കോൺ 90 ഡിഗ്രിയെ കാട്ടി കുറവായിരിക്കും. 90 ഡിഗ്രിയെ കാട്ടി കുറവായിരിക്കും. ന്യൂന കോണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 90 ഡിഗ്രിയെ കാട്ടി കുറവായിരിക്കും. അടുത്തത് ചാപം എന്നാണ്. ചാപവും മറുചാപവും. ചാപവും മറുചാപവും. നമ്മള് ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. എ എന്നും ബി എന്നുള്ള ഒരു ചാപം. നമ്മളുടെ എ എന്നും ബി എന്നുള്ള ചാപം നമ്മൾ പറയണ ഒരു ഇതില് എ ബി എന്നുള്ള ഒരു ചാപം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയും? ഇഷ്ടമുള്ള ചാപം പറയാല്ലേ. ഒന്നെങ്കിൽ മുകളിൽ കിടക്കുന്ന എ ബി എന്നുള്ള ചാപം പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? താഴെ കിടക്കുന്ന എ ബി എന്നുള്ളൊരു ചാപം പറയാം. ഞാൻ ഉദ്ദേശിച്ചത് താഴെ കിടക്കുന്നത് ഈ എ ബി എന്നുള്ള ഈ താഴെയുള്ള ചാപമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ചോദിക്കുന്നത് എ ബി എന്നുള്ള ചാപം പറയാം. കുറച്ചു പേരെന്ത് ചെയ്യും? ഈ താഴെയുള്ള ചാപം താഴെ വരച്ചിരിക്കുന്ന ഈ എ ബി എന്നുള്ള താഴത്തെ ചാപം പറയും. ഒരുപാട് പേരും പിന്നെ എന്ത് പറയും? മുകളിൽ വരച്ചിരിക്കുന്ന എ ബി എന്നുള്ളൊരു ചാപം പറയും. ഇനി ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി 10ാം ക്ലാസ്സിൽ നമുക്ക് ഇവിടെ മിക്കവാറും ഒരു പേര് കൂടെ വരും. അത് ഇതിൽ പോയിന്റ് കൊടുക്കൂല. ഇതിൽ പോയിന്റ് ഒന്നും ടച്ച് ചെയ്യാതെ, ഇതിൽ പോയിന്റ് ഒന്നും കൊടുക്കാതെ ടച്ച് ചെയ്യാതെ എന്ത് ചെയ്യും? ഇവിടെ ആയിട്ട് ഒരു സി എന്നും പറഞ്ഞ എന്തെങ്കിലും ഒരു ഇത് കാണും. എന്നിട്ട് നമ്മളുടെ പറയാണ് ഇതിൽ എ ബി എന്നുള്ളൊരു ചാപം പറയാനുണ്ട്. ഇതിന് എ ബി എന്നുള്ളൊരു ചാപം പറഞ്ഞാൽ ഒരേ ഒരു ചാപം ഇവിടെ ഏതാണ്? ഈ മുകളിലത്തെ മാത്രമേ എന്തുള്ളൂ? എ ബി എന്നുള്ള ചാപമുള്ളൂ. മുകളിലത്തത് മാത്രമേ എ ബി എന്നുള്ള ചാപമുള്ളൂ. ഇനി ഓർക്കണം, എ ബി എന്നുള്ള ചാപം ഏതേ ഉള്ളൂ? മുകളിലത്തത് മാത്രമേ എ ബി എന്നുള്ള ചാപമുള്ളൂ. ഇനി നമ്മളുടെ പറയണ എ സി ബി എന്നുള്ളൊരു ചാപം പറയാൻ പറഞ്ഞു. എ സി ബി എന്നുള്ളൊരു ചാപം പറയുമ്പോൾ ഏത് വരും? താഴെ വരും. ഇവിടെ സി ഉണ്ട്. അപ്പൊ എ സി ബി എന്നുള്ളൊരു ചാപം പറയുമ്പോൾ ഏത് വരും? താഴത്തെ ചാപം വരും. എ സി ബി എന്നുള്ള ചാപം, താഴത്തെ ചാപം. അങ്ങനെ രണ്ട് ചാപങ്ങൾ വന്ന് ഒന്ന് എ ബി എന്നുള്ളൊരു ചാപവും അത് കണക്ക് തന്നെ എ സി ബി എന്നുള്ള താഴെയുള്ളൊരു ചാപവും. ഇനി ചാപങ്ങൾ നമ്മൾ തിരിഞ്ഞു പോയത്. ഇനി രണ്ടാമത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു അക്ഷരം എന്തെങ്കിലും കൊടുത്തിരിക്കുന്നെങ്കിൽ ഒരിക്കലും വൃത്തത്തിൽ ഒരു ഡോട്ട ഒന്നും കാണില്ല. അഥവാ വൃത്തത്തിൽ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എ സി ബി എന്നുള്ളൊരു ചാപം എന്ന് പറയത്തില്ല. എങ്ങനെ പറയത്തുള്ളൂ? എ സി എന്നുള്ളൊരു ചാപം എന്നേ പറയത്തുള്ളൂ. സി ബി എന്നുള്ളൊരു ചാപം എന്നേ പറയത്തുള്ളൂ. രണ്ട് ചാപമായി പോകും. അത് ഇതിലൊന്നും പോയിന്റ് ഒന്നും കാണില്ല. ഇങ്ങനെ കാണും. എ സി ബി എന്നുള്ളൊരു ചാപവും അത് കണക്ക് തന്നെ എ ബി എന്നുള്ളൊരു ചാപവും. ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നതെന്ന് വെച്ചാൽ എ ബി എന്നുള്ള ഒരു ചാപത്തിന് ഒരു കേന്ദ്രകോൺ വരയ്ക്കാൻ പറയും. എ ബി എന്നുള്ള ഒരു ചാപത്തിന് ഒരു കേന്ദ്രകോൺ വരയ്ക്കാൻ പറയും. ഒന്നുമില്ല, ഈ നമ്മൾ പറയുന്ന ചാപം ഏതാണോ എ ബി എന്നുള്ള ചാപമാണ് പറയുന്നത്. അപ്പൊ എ ബി എന്നുള്ള ചാപം ഏതാണോ അതിന്റെ രണ്ട് എൻഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? അതിന്റെ കേന്ദ്രത്തിലോട്ട് ഒരു വര കൊണ്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോഴും കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോൺ. എ ബി എന്നുള്ള ചാപത്തിന്റെ കേന്ദ്രകോൺ. ഇനി അടുത്ത് നമ്മളുടെ പറയും എ ബി എന്നുള്ള ചാപത്തിന് മറുചാപത്തിൽ ഒരു കോൺ വരയ്ക്കാൻ പറയും. അപ്പോൾ മറുചാപം എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ
അല്ലാതെ പറയുകയാണെങ്കിൽ ചാപവും ശിഷ്ടചാപവും എന്ന് പറയും. ബാക്കിയുള്ള ചാപം ഇപ്പം പുതിയ പേരാണ് മറുചാപം എന്ന്. നോക്കാം, എ ബി എന്നുള്ള ചാപമാണ് നമ്മൾ എടുത്ത് കേന്ദ്രകോൺ വരയ്ക്കുന്നതെങ്കിൽ അതിന്റെ മറുചാപം എന്ന് പറയുന്നത് എ സി ബി ആയിരിക്കും. അതിന്റെ മറുചാപം എന്നുള്ളത് എ സി ബി ആയിരിക്കും. ഈ മറുചാപം എന്നുള്ളത് എ സി ബി ആയിരിക്കും അതിന്റെ മറുചാപം എന്നുള്ളത്. എ ബി എന്നുള്ള ചാപത്തിന് ഒരു കേന്ദ്രകോൺ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ മറുചാപം എന്ന് പറയുന്നത് ഏതായിരിക്കും? എ സി ബി ആയിരിക്കും. താഴെ ഉള്ളതായിരിക്കും എ സി ബി ആയിരിക്കും അതിന്റെ എന്തായിട്ട് വരുന്നത്? മറുചാപമായിട്ട് വരുന്നത്. ഇനി നമ്മളുടെ പറയണത് എ ബി എന്നുള്ള ഒരു ചാപത്തിന് മറുചാപത്തിൽ ഒരു കോൺ വരയ്ക്കണം. അതിനെ മറുകോൺ എന്ന് പറയും. എ ബി എന്നുള്ള ചാപത്തിന് ഒരു മറുകോൺ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എ ബി എന്നുള്ള ചാപത്തിന്റെ എയുടെയും ബിയുടെയും ആ ചാപത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് മറുചാപത്തില് എവിടെയെങ്കിലും ഒരു കോൺ വരച്ചു കൊടുത്താൽ മതി. മറുചാപത്തില് എവിടെയെങ്കിലും ഒരു കോൺ വരച്ചു കൊടുത്താൽ മതി. അതിനാണ് എന്തെന്ന് പറയുന്നത്? മറുകോൺ എന്ന് പറയുന്നത്. അത് എവിടെ വേണമെന്ന് വരയ്ക്കും. ഇങ്ങനെയാണ് വരുന്നതിനെന്ന് പറയുന്നത് മറുകോൺ എന്ന് പറയുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മറുകോണുകളെല്ലാം എന്തായിരിക്കും? ഈക്വല്, തുല്യമായിരിക്കും. ഈ മറുകോണുകളെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. മറുകോണുകളെല്ലാം തുല്യമായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കണം, എ ബി എന്നുള്ള ചാപം മുകളിലത്തെ ചാപമാണ്. അപ്പൊ എ ബി എന്നുള്ള ചാപം അതാണെങ്കിൽ അതിന്റെ മറുചാപം എന്നുള്ളതായിരിക്കും എ സി ബി ആയിരിക്കും അതിന്റെ മറുചാപമായിട്ട് വരുന്നത്. അപ്പൊ ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ എ ബി എന്നുള്ള ചാപത്തിന്റെ രണ്ട് അറ്റങ്ങളിൽ നിന്ന്, എ ബിയുടെ രണ്ട് അറ്റങ്ങളിൽ നിന്ന് എയും ബി, ചാപത്തിന്റെ രണ്ട് അറ്റം എയും ബി, ആ രണ്ട് അറ്റങ്ങളിൽ നിന്ന് അതിന്റെ കേന്ദ്രത്തിലോട്ട് വരയ്ക്കണം. അതിന്റെ കേന്ദ്രത്തിലോട്ട് വരയ്ക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ എ ബിയുടെ എന്തെന്ന് പറയുന്നത്? കേന്ദ്രകോൺ എന്ന് പറയുന്നത്. ഇനി മറുകോൺ, എ ബിയുടെ മറുകോൺ എന്നുള്ളത് എന്താണ്? എ ബിയുടെ മറുകോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ എയുടെയും ബിയുടെയും രണ്ട് അറ്റങ്ങളിൽ നിന്ന് മറുചാപത്തില് എവിടെയെങ്കിലും ഒരു കോൺ വരച്ചാൽ അതിനാണ് എന്തെന്ന് പറയുന്നത്? മറുകോൺ എന്ന് പറയുന്നത്. എയുടെയും ബിയുടെയും രണ്ട് അറ്റങ്ങളിൽ നിന്ന് അതിന്റെ മറുചാപത്തില് എവിടെയെങ്കിലും ഒരു കോൺ വരച്ചാൽ അതിനെന്തെന്ന് പറയും? മറുകോൺ എന്ന് പറയും. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഈ മറുകോണുകളെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ മറുകോണുകളെല്ലാം തുല്യമായിരിക്കും. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഫസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തു നോക്കണം. എന്ന് ഞാൻ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കണം, വൃത്തം വരച്ചിട്ട് എന്ത് ചെയ്യണം? വ്യാസം വെച്ച് തന്നെ മുറിച്ച് രണ്ടാക്കണം. എന്നിട്ട് അർത്ഥവൃത്തമാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വൃത്തത്തിൽ വെച്ച് എന്ത് ചെയ്യണം? ഒരു ആംഗിൾ വരയ്ക്കണം. എന്നിട്ട് ഒന്ന് പ്രൊട്രാക്ടറിൽ തന്നെ അളന്ന് നോക്കണം. നമ്മൾ പഠിച്ച പ്രൂഫൊക്കെ അവിടെ വയ്ക്കിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടറിൽ അളന്ന് നോക്കണം. അത് ഇവിടെ എല്ലാം ഒരു 3-4 സ്ഥലത്ത് വരച്ച് നോക്കണം. അതെല്ലാം എന്തായിരിക്കും കിട്ടുന്നത്? 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ പഠിച്ച പ്രൂഫുകൾ എന്ത് ചെയ്യണം? പഠിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അതിനുശേഷം വൃത്തത്തിന് അകത്ത് വരച്ചിട്ട് നോക്കണം. നോക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 90 ഡിഗ്രിയെക്കാട്ടും കൂടുതലായിരിക്കും കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറിയത് തന്നെ 90.1 കൂടും. അപ്പം 90 ഡിഗ്രിയെക്കാട്ടി കൂടുതലായിരിക്കും. അതിനെ തന്നെ വൃത്തത്തിന് വെളിയിലോട്ടാണ് പോകണമെങ്കിൽ എന്തായിരിക്കും? 90 ഡിഗ്രിയെക്കാട്ടി കുറവായിരിക്കും. ഇപ്പം എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. ഇനിയുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.